Theorem. F less than or equal to E. Let alpha belongs to E be an algebraic element over F. Then there exists an irreducible polynomial P of x belongs to f of x such that P of alpha equal to 0. This irreducible polynomial P of x is uniquely determined up to a non-constant factor in capital F and degree of P of x greater than or equal to 1 in f of x. P of x is of minimal degree in f of x having alpha is a 0. Full stop. If f of alpha equal to 0 for some f of x belongs to capital F of x, then P of x divides f of x. ഇത്രയുമാണ് ഈ തിയറം പറയുന്നത്. കുറച്ച് വലിയ തിയറാണ്. ഓരോന്നായിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാം. പ്രൂഫ്. നമുക്കറിയാം എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇ ആണ്. എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇ. ആൽഫ ബിലോങ്സ് ടു ഇ എന്നുള്ളത് ഈസ് ആൻ algebraic element over F. ഞാൻ അതാ ഒരു ഇവാലുവേഷൻ ഹോമോർഫിസം ഫൈ ആൽഫ ഫ്രം എവിടുന്ന് എടുക്കണ്ടാവുക എഫ് ഓഫ് എക്സിൽ നിന്നും ഇയിലേക്കുള്ള ഒരു ഇവാലുവേഷൻ ഹോമോമോർഫിസം എടുത്തു. ഓക്കെ, അങ്ങനെ ഇവാലുവേഷൻ ഹോമോർഫിസം എടുത്താൽ അതിന്റെ കേണൽ ഉണ്ടാവൂലേ? ഇതൊരു ഹോമോർഫിസ് ആണെങ്കിൽ ഹോമോർഫിസിന് എന്തായാലും ഒരു കേണൽ ഉണ്ടാവൂലേ? കേണൽ ഫൈ ആൽഫ എടുത്തു. ഏത് ഹോമോർഫിസം ഫൈ എടുത്താലും ഫൈ ഫ്രം ആർ ടു ആർ ഡാഷ് എടുത്താലും ഈ ഫൈക്ക് ഒരു കേണൽ ഉണ്ടാവും. കേണൽ ഫൈ ഉണ്ടാവും. എന്താ കേണൽ ഫൈ നിങ്ങൾക്ക് അറിയാലോ? സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ആർ സച്ച് ദാറ്റ് ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു 0. ഇതാണ് കേണൽ എന്ന് പറഞ്ഞാൽ. കേണൽ ഫൈ ആൽഫ ആരെ സബ്രിങ് ആയിരിക്കും? കേണൽ ഫൈ ആൽഫ ഈ എഫ് ഓഫ് എക്സിന്റെ അല്ലെ, കേണൽ ഫൈ ആൽഫ ഒരു ഐഡിയ സബ്രിങ് മാത്രമല്ല, ഈ കേണൽ ഫൈ ആൽഫ ഒരു ഐഡിയൽ ആയിരിക്കും. കേണൽ ഫൈ ആൽഫ ഈസ് ഒബ്വിയസ്ലി ക്ലിയർലി നമുക്ക് എഴുതി വെക്കാം. ക്ലിയർലി കേണൽ ഫൈ ആൽഫ ഈസ് ആൻ ഐഡിയൽ ഇൻ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സിന്റെ ഒരു ഐഡിയൽ ആണ് കേണൽ ഫൈ ആൽഫ. നമുക്കറിയാം എഫ് ഓഫ് എക്സിലെ ഏത് ഐഡിയൽ എടുത്താലും ആ ഐഡിയൽ പ്രിൻസിപ്പൽ ഐഡിയൽ അല്ലേ? therefore കേണൽ ഫൈ ആൽഫ ഈസ് എ പ്രിൻസിപ്പൽ ഐഡിയൽ. എവിടുന്ന് കിട്ടി പ്രിൻസിപ്പൽ ഐഡിയൽ ആണ്? നമുക്കറിയാം എവരി ഐഡിയൽ ഇൻ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഈസ് എ പ്രിൻസിപ്പൽ ഐഡിയൽ എന്ന് നമുക്ക് മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് വെച്ച് നമുക്ക് എന്ത് പറയാം? therefore കേണൽ ഫൈ ആൽഫ ഈസ് എ പ്രിൻസിപ്പൽ ഐഡിയൽ. അങ്ങനെയാണെങ്കിൽ കേണൽ ഫൈ ആൽഫനെ നമുക്ക് ഏതെങ്കിലും ഒരു നമുക്ക് എഫ് ഓഫ് എക്സിലെ ഇഷ്ടമുള്ള ഒരു പോളിനോമിയൽ, ഞാൻ പി ഓഫ് എക്സ് എടുത്തു. ഓക്കെ, അത് ഇറഡ്യൂസിബിൾ ആയിട്ടൊന്നുമല്ല, പിന്നീട് പ്രൂവ് ചെയ്യും അത് ഇറഡ്യൂസിബിൾ ആണെന്ന് പ്രൂവ് ചെയ്യും. പക്ഷെ ഇപ്പൊ നിലവിൽ ഒരു പോളിനോമിയൽ എച്ച് ഓഫ് എക്സോ കെ ഓഫ് എക്സോ ഞാൻ പി ഓഫ് എക്സിന് എടുത്തു കേട്ടോ. ആ പി ഓഫ് എക്സ് ആണ് നമുക്ക് ആവശ്യമുള്ള പി ഓഫ് എക്സ് അവസാനം പ്രൂവ് ചെയ്യും. ഓക്കെ, അത് പി ഓഫ് എക്സ് ആക്കി എടുത്തു. ഏതോ ഒരു പോളിനോമിയല് ആ പി ഓഫ് എക്സ് ആക്കി എടുത്തു. കേണൽ ഫൈ ആൽഫ ഈക്വൽ ടു പി ഓഫ് എക്സ് ഫോർ സം പി ഓഫ് എക്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. അപ്പൊ എന്ത് കിട്ടിയറിയോ? ഈ തിയറത്തിലെ let alpha belongs to E be an irreducible an algebraic element over F, then there exists a polynomial P of x belongs to f of x. കിട്ടി. ഇനി കാണിക്കേണ്ടത് ഇറഡ്യൂസിബിൾ ആണെന്ന് കാണിക്കണം, പി ഓഫ് ആൽഫ 0 എന്ന് കാണിക്കണം, പി ഓഫ് എക്സ് ഇസ് യുണീക്ലി ഡിറ്റർമിൻഡ് അപ് ടു എ നോൺ കോൺസ്റ്റന്റ് ഫാക്ടർ എന്ന് കാണിക്കണം, ഡിഗ്രി ഓഫ് പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1 എന്ന് കാണിക്കണം, പി ഓഫ് എക്സ് മിനിമൽ ഡിഗ്രി എന്ന് കാണിക്കണം, ആൻഡ് വേറെ എഫ് ഓഫ് എക്സ് ഉണ്ടായാൽ ആ പി ഓഫ് എക്സ് എഫ് ഓഫ് എക്സിനെ ഡിവൈഡ് ചെയ്യുമെന്ന് കാണിക്കണം. ഇത്രയും കാണിക്കാനുണ്ട്. അതിലൊന്നാമത്തെ ഞാൻ കാണിക്കുന്നത് പി ഓഫ് ആൽഫ 0 എന്ന് കാണിക്കാൻ പോവാണ് കേട്ടോ. നോക്കൂ, പി ഓഫ് എക്സ് എന്തായാലും ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് ഉണ്ടാവൂലേ? അത് ഉറപ്പല്ലേ? ഉറപ്പാണ്. ഇതെന്ന് പറഞ്ഞാൽ കേണൽ ഫൈ ആൽഫ അല്ലേ? therefore പി ഓഫ് എക്സ് ബിലോങ്സ് ടു കേണൽ ഫൈ ആൽഫ അല്ലേ? എന്താ കേണൽ ഫൈ ആൽഫ എന്ന് പറഞ്ഞാൽ ഒരു എലമെന്റ് എക്സ് ബിലോങ്സ് ടു കേണൽ ഫൈയിൽ ഉണ്ടെങ്കിൽ ഫൈ ഓഫ് എക്സ് എന്താവണം? 0 ആവണം. അങ്ങനെയാണെങ്കിൽ പി ഓഫ് എക്സ് കേണൽ ഫൈയിൽ ഉണ്ടെങ്കിൽ ഫൈ ആൽഫ ഓഫ് പി ഓഫ് എക്സ് ആരായേ പറ്റൂ? 0 ആയേ പറ്റൂ. ഓക്കെ, എന്താണ് ഫൈ ആൽഫ ഓഫ് പി ഓഫ് എക്സ്? എക്സ് കണ്ടോടത്തൊക്കെ ആൽഫ വെക്കുക, അതല്ല ഇവാലുവേഷൻ ഹോമോർഫിസം. തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. therefore പി ഓഫ് ആൽഫ ഈക്വൽ ടു 0. ഒന്നാമത്തെ കിട്ടിയിട്ടുണ്ട്, പി ഓഫ് ആൽഫ ഈക്വൽ ടു 0. ഇനി രണ്ടാമത് കാണിക്കണം എന്താ അറിയോ?
If f of alpha equal to 0 for some f of x belongs to f of x, then p of x divides f of x. ഇതാണ് ഇനി അടുത്ത് കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഇത് ഓരോന്നോരോന്ന് പ്രൂവ് ചെയ്യാൻ പോകും. അത് പ്രൂവ് ചെയ്തു, ഇത് പ്രൂവ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിട്ടുണ്ട് അവര് വേറൊരു പോളിനോമിയൽ. ലെറ്റ് എഫ് ഓഫ് എക്സ് എന്നുള്ള ഒരു പോളിനോമിയൽ ബിലോങ്സ് ടു ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. ഈ എഫ് ഓഫ് എക്സിന്റെ പ്രത്യേകത എഫ് ഓഫ് ആൽഫ ഈക്വൽ ടു 0 ആണ്. ഓക്കെ, അങ്ങനെ എഫ് ഓഫ് ആൽഫ ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? Therefore, phi alpha of f of x equal to 0 എന്ന് പറയാം. f of alpha 0 ആണെങ്കിൽ അതിന് ഇവാലുവേഷൻ ഹോമോമോർഫിസം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ phi alpha of f of x. What is phi alpha of f of x? Equal to f of alpha. അപ്പൊ അതിനെ അങ്ങനെ മാറ്റി പറഞ്ഞു. Phi alpha of f of x equal to 0. Therefore, എന്ത് പറയാം? f of x belongs to kernel phi alpha എന്ന് പറഞ്ഞൂടെ? എപ്പോഴാണ് കേർണൽ ഫൈ ആൽഫയിൽ ഉണ്ടാവുക? ഫൈ ആൽഫ അപ്ലൈ ചെയ്യുമ്പോൾ 0 ആകുമ്പോഴല്ലേ അത് കേർണൽ ഫൈ ആൽഫയിൽ ഉണ്ടാവുക. Therefore, f of x belongs to kernel phi alpha. നമുക്കറിയാം വാട്ട് ഇസ് കേർണൽ ഫൈ ആൽഫ. കേർണൽ ഫൈ ആൽഫ എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് എഴുതി വെച്ചിട്ടുണ്ട്. ഇതാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കേർണൽ ഫൈ ആൽഫ എന്ന് പറഞ്ഞാൽ പി ഓഫ് എക്സ് ആണ്. Therefore, f of x belongs to kernel phi alpha implies f of x belongs to p of x. നമുക്കറിയാം എന്താണ് ഐഡിയൽ ജനറേറ്റഡ് ബൈ എ സെറ്റ് ഓഫ് ഓൾ ആർ എ സച്ച് ദാറ്റ് ആർ ബിലോങ്സ് ടു ആർ ആണ്. അഥവാ എയുടെ മൾട്ടിപ്പിൾസ് അല്ലേ സെറ്റ് ഓഫ് ഓൾ ആർ എയുടെ എല്ലാ മൾട്ടിപ്പിൾസും. അങ്ങനെയെങ്കിൽ എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു പി ഓഫ് എക്സിൽ ഉണ്ടെങ്കിൽ അതിന് മീനിങ് എന്താ അറിയോ? എഫ് ഓഫ് എക്സ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് പി ഓഫ് എക്സ് എന്ന് എഴുതി വെക്കാം. ഒരു എലമെന്റ് നോക്ക്, ഈ ഇതിലുള്ള ഒരു എലമെന്റിന്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ആർ എ ഫോർമാറ്റ് ആണ്, അഥവാ എയുടെ മൾട്ടിപ്പിൾ ഫോർമാറ്റ് ആണ്, അഥവാ എഫ് ഓഫ് എക്സ് പി ഓഫ് എക്സിന് മൾട്ടിപ്പിൾ ആയേ പറ്റൂ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, എഫ് ഓഫ് എക്സിനെ നമുക്ക് എയുടെ ഒരു മൾട്ടിപ്പിൾ ആക്കി എഴുതാം. അഥവാ ഇവിടുത്തെ എ എന്ന് പറഞ്ഞാൽ പി ഓഫ് എക്സ് ആട്ടോ. പി ഓഫ് എക്സിന്റെ ഒരു മൾട്ടിപ്പിൾ ആക്കി എഴുതാം. Therefore, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എച്ച് ഓഫ് എക്സ് ഇൻറ്റു പി ഓഫ് എക്സ്. Therefore, നമുക്ക് എന്ത് പറയാൻ പറ്റും? പി ഓഫ് എക്സ് ഡിവൈഡ്സ് എഫ് ഓഫ് എക്സ് എന്ന് എഴുതി കൂടെ. കാരണം എഫ് ഓഫ് എക്സിന്റെ ഫാക്ടർ ആണ് പി ഓഫ് എക്സ്, അഥവാ പി ഓഫ് എക്സ് എഫ് ഓഫ് എക്സിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെയുമായില്ലേ? പി ഓഫ് എക്സ് ഡിവൈഡ്സ് എഫ് ഓഫ് എക്സ്. അങ്ങനെ രണ്ടാൾക്കാരെ പ്രൂഫ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത് കാണിക്കേണ്ടത് ഈ മൂന്നാമത്തെ ഇത് പ്രൂവ് ചെയ്യാം. ഓക്കെ, പി ഓഫ് എക്സ് ഈസ് ഓഫ് മിനിമൽ ഡിഗ്രി ഇൻ എഫ് ഓഫ് എക്സ് ഹാവിംഗ് ആൽഫ ഈസ് എ 0. ആൽഫ 0 ആവുന്ന പോളിനോമിയലിൽ ഏറ്റവും മിനിമൽ ഡിഗ്രി, മിനിമം എന്ന് പറയുന്നില്ല, മിനിമൽ ഡിഗ്രിയുള്ള ആളാണ് നമ്മളെ പി ഓഫ് എക്സ് എന്ന് കാണിക്കണം. അത് പ്രൂഫ് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. നോക്കൂ, ആൽഫനെ 0 ആക്കുന്ന ഒരു പോളിനോമിയൽ എഫ് ഓഫ് ആൽഫ ഈക്വൽ ടു 0 ആവുന്ന ഒരു പോളിനോമിയലാണ് എഫ് ഓഫ് എക്സ്. ഈ എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു എഫ് ഓഫ് എക്സ് ആണ്. ഈ എഫ് ഓഫ് എക്സിന്റെ എഫ് ഓഫ് ആൽഫ 0 ആണെങ്കിൽ നമുക്കറിയാം പി ഓഫ് എക്സ് ആരെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്? എഫ് ഓഫ് എക്സിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എഫ് ഓഫ് എക്സിനേക്കാൾ ചെറിയ ഡിഗ്രിയാണ് ആർക്കുള്ളത്? പി ഓഫ് എക്സ്. അപ്പോഴല്ലേ ഡിവൈഡ് ചെയ്യാം. പി ഓഫ് എക്സ് എഫ് ഓഫ് എക്സിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സിനേക്കാൾ ചെറിയ ഡിഗ്രി ആവണം ആർക്ക്? പി ഓഫ് എക്സിന്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എഫ് ഓഫ് എക്സ് എന്നുള്ള പോളിനോമിയൽ എഫ് ഓഫ് ആൽഫ ഈക്വൽ 0 ആവുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കിട്ടി പി ഓഫ് എക്സ് ഡിവൈഡ്സ് എഫ് ഓഫ് എക്സ് ആണ്. അഥവാ എഫ് ഓഫ് എക്സിനേക്കാൾ ഡിഗ്രി കുറവാവണം ആർക്ക്? പി ഓഫ് എക്സിന്. അങ്ങനെയെങ്കിൽ ആൽഫനെ 0 ആക്കുന്ന പോളിനോമിയലിൽ മിനിമൽ ഡിഗ്രി ഉള്ള പോളിനോമിയൽ ആയിരിക്കൂലേ പി ഓഫ് എക്സ്? ദെൻ പി ഓഫ് എക്സ് ഈസ് എ പോളിനോമിയൽ ഓഫ് മിനിമൽ ഡിഗ്രി having alpha is among ആരെ കൂട്ടത്തിൽ? among the all polynomial having alpha is a 0. ആൽഫ 0 ആയി വരുന്ന പോളിനോമിയലിൽ ഏറ്റവും മിനിമൽ ഡിഗ്രി ഉള്ള പോളിനോമിയൽ ആണ് പി ഓഫ് എക്സ്. ഏതായിട്ടുണ്ട്? ഇതും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഡിഗ്രി ഓഫ് പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് കാണിക്കണം. ഡിഗ്രി ഓഫ് പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട് അറിയോ? ഇവിടുന്ന് പി ഓഫ് ആൽഫ ഈക്വൽ ടു 0 എന്ന് കിട്ടിയിട്ടുണ്ട്. പി ഓഫ് ആൽഫ 0 ആണെങ്കിൽ നോക്കൂ, പി ഓഫ് ആൽഫ 0 ആണെങ്കിൽ ഇതിൽ ചുരുങ്ങിയത് എക്സ് മൈനസ് ആൽഫ ചുരുങ്ങിയത് ഡിഗ്രി 1 എങ്കിലും ഉണ്ടാവണ്ടേ? ഈ പി ഓഫ് എക്സിന്റെ ഡിഗ്രി 1 എങ്കിലും ആവണ്ടേ? പി ഓഫ് എക്സിന്റെ ഡിഗ്രി 0 ആണെന്ന് വിചാരിക്കുക.
പി ഓഫ് എക്സിന് ഡിഗ്രി 0 ആണെന്ന് പറഞ്ഞ അർത്ഥം, അഥവാ ഡിഗ്രി ഓഫ് പി ഓഫ് എക്സ് 0 ആണെന്ന് പറഞ്ഞാൽ അർത്ഥം പി ഓഫ് എക്സ് ഒരു കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇപ്പൊ 4, പി ഓഫ് എക്സ് ഈക്വൽ ടു 4 ആണെങ്കിൽ ഇനിയിപ്പോ എക്സിന് എന്ത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണെങ്കിൽ എക്സ് മാറുന്നതിനനുസരിച്ച് എക്സ് സ്ക്വയർ എങ്ങനെ മാറും? ഇപ്പോൾ എഫ് ഓഫ് 1 എന്ന് പറയുമ്പോൾ 1 സ്ക്വയർ, എഫ് ഓഫ് 2 എന്ന് പറയുമ്പോൾ 2 സ്ക്വയർ, വാല്യൂ ചേഞ്ച് വരും. പി ഓഫ് എക്സ് ഈക്വൽ ടു 4 ആണെങ്കിൽ പി ഓഫ് 1 എന്താ 4, പി ഓഫ് 2 എന്താ 4, പി ഓഫ് 3 എന്താ 4, എന്തും 4 അല്ലേ? അപ്പൊ ഒരിക്കലും പി ഓഫ് ആൽഫ എന്താവൂല? 0 ആവൂലല്ലോ. പി ഓഫ് എക്സ് ഒരു കോൺസ്റ്റന്റ്, ഡിഗ്രി ഓഫ് പി ഓഫ് എക്സ് ഈക്വൽ ടു 0 ആയിരുന്നുവെങ്കിൽ പി ഓഫ് എക്സ് ഒരു കോൺസ്റ്റന്റ് ആവുമായിരുന്നു. ഉദാഹരണം, പി ഓഫ് എക്സ് ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള 4 ആയിരുന്നുവെങ്കിൽ ഒരിക്കലും പി ഓഫ് ആൽഫ എന്താവില്ല? 0 ആവില്ല. therefore പി ഓഫ് എക്സിന്റെ ഡിഗ്രി ഒരു കാരണവശാലും 0 അല്ല. therefore ഡിഗ്രി ഓഫ് പി ഓഫ് എക്സ് greater than or equal to 1. ഇത് മനസ്സിലാവാൻ വേണ്ടി എഴുതി വെച്ചോളൂ. നമുക്ക് ഇത്ര മതി. Since P of alpha equal to 0, therefore degree of P of x obviously greater than or equal to 1. അങ്ങനെ പ്രൂഫിന്റെ ഇത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഡിഗ്രി ഓഫ് P of x greater than or equal to 1. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള എന്താ അറിയോ? ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. P of x uniquely determined by up to a non-constant factor. ഇവിടെ കിട്ടിയ എന്തൊക്കെ ചോദിച്ചാൽ, ഒരു പോളിനോമിയൽ എഫ് ഓഫ് ആൽഫ 0 ആക്കുന്നുണ്ടെങ്കിൽ ആ എഫ് ഓഫ് എക്സിനെ ആര് ഡിവൈഡ് ചെയ്യുന്നുണ്ട്? പി ഓഫ് എക്സ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഒരു പോളിനോമിയൽ, ആ പോളിനോമിയൽ P1 ഓഫ് എക്സ് ആണെന്ന് വിചാരിക്കും. P1 ഓഫ് എക്സ് പി ഓഫ് എക്സിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, വേണ്ട ഇതിപ്പോ തന്നെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട, അത് ഏറ്റവും ലാസ്റ്റ് നമുക്ക് പ്രൂവ് ചെയ്യാം. ഈ ഒരു സംഭവം ഏറ്റവും ലാസ്റ്റ് പ്രൂവ് ചെയ്യാം. ഇനി അടുത്ത് പ്രൂവ് ചെയ്യേണ്ട കാര്യം എന്താ? പി ഓഫ് എക്സ് എല്ലാം ആയിട്ടുണ്ട്. യെസ്, then there exists an irreducible polynomial. ഇതാണ് ഇനി പ്രൂവ് ചെയ്യാനുള്ളത്. പി ഓഫ് എക്സ് irreducible ആണ് കാണിക്കണം. Now we will show that P of x is irreducible. ഞാൻ എന്ത് വിചാരിച്ചറിയോ? If possible, assume that P of x is reducible. Irreducible ആണെന്ന് കാണിക്കണ്ട്. ഞാൻ വിചാരിച്ചു P of x reducible ആണെന്ന് വിചാരിച്ചു in f of x. അങ്ങനെ P of x reducible ആണെങ്കിൽ P of x നെ നമുക്ക് R of x into S of x എന്ന് എഴുതി കൂടെ, where R of x belongs to f of x and S of x belongs to f of x. ശരിയാണല്ലോ? മാത്രല്ല, where degree of R of x greater than or equal to 1, degree of S of x greater than or equal to 1. അതിപ്പോ ഈക്വൽ ടു 0 ആണെങ്കിലോ? 0 ആണെങ്കിൽ അത് റെഡ്യൂസിബിൾ ആണെന്ന് പറയുന്ന അർത്ഥമല്ലല്ലോ. ഇപ്പൊ ഡിഗ്രി ഓഫ് ആർ ഓഫ് എക്സ് ഈക്വൽ ടു 0 ആണെന്ന് വിചാരിക്കും. അഥവാ ആർ ഓഫ് എക്സ് ഒരു കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇവിടെ 3 into S of x വന്നുകൊണ്ട് ഈ P of x എന്ത് പറയാൻ കഴിയില്ല? റെഡ്യൂസിബിൾ ആണെന്ന് പറയാൻ കഴിയില്ല. റെഡ്യൂസിബിൾ എന്ന് പറയുകയാണെങ്കിൽ രണ്ട് ഡിഗ്രി 0 അല്ലാത്ത രണ്ട് നോൺ കോൺസ്റ്റന്റ് പോളിനോമിയലിനെ പ്രോഡക്റ്റ് ആക്കി എഴുതാൻ പറ്റണം. നോൺ കോൺസ്റ്റന്റ്, ഇത് കോൺസ്റ്റന്റ് ആവാൻ പാടില്ല. ആയതുകൊണ്ട് തന്നെ ഡിഗ്രി എന്താവാൻ പാടില്ല? 0 ആവാൻ പാടില്ല. ഉറപ്പായും ഡിഗ്രി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയേ പറ്റൂ. നമുക്കറിയാം P ഓഫ് ആൽഫ ഈക്വൽ ടു 0 ആണെങ്കിൽ രണ്ട് ഭാഗത്തും എക്സിന് ആൽഫ എന്ന് കൊടുത്തു. ഓക്കെ, എക്സ് രണ്ട് ഭാഗത്തും ആൽഫ എന്ന് കൊടുത്തു. then P of alpha equal to R of alpha into S of alpha. put x equal to alpha. അങ്ങനെയാണെങ്കിൽ what is P of alpha? 0 ആണ്. മുമ്പ് നോക്കി ചെയ്തു വെച്ചിട്ടുണ്ട്. P of alpha equal to 0. 0 equal to R of alpha into S of alpha. തിരിച്ചെഴുതാം. R of alpha into S of alpha equal to 0. അങ്ങനെയാണെങ്കിൽ either R of alpha 0 ആവണം or S of alpha 0 ആവണം. കാരണം E എന്നുള്ളത് ഒരു ഫീൽഡ് ആണ്. ഫീൽഡിൽ ഹാസ് നോ സീറോ ഡിവൈസർ. ഒരിക്കലും സീറോ ഡിവൈസർ ഉണ്ടാവാൻ പാടില്ല. ആർ ഓഫ് ആൽഫയും എസ് ഓഫ് ആൽഫയും ബിലോങ്സ് ടു ഈത്തെ മെമ്പേഴ്സ് ആണ്. കാരണം ഫൈ ആൽഫ ഫ്രം എഫ് ഓഫ് എക്സിൽ നിന്നും ഇയിലേക്കുള്ള ഫംഗ്ഷൻ ആണ്. അങ്ങനെയെങ്കിൽ ആർ ഓഫ് ആൽഫ ഈക്വൽ ടു 0 ഓർ എസ് ഓഫ് ആൽഫ ഈക്വൽ ടു 0. അഥവാ ആർ ഓഫ് ആൽഫ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അർത്ഥം phi alpha of R of x equal to 0 or S of alpha equal to 0 means phi alpha of S of x equal to 0. അഥവാ R of x belongs to kernel phi alpha or
S of x belongs to kernel phi alpha. അഥവാ R of x belongs to kernel phi alpha means R of x belongs to P of x or S of x belongs to P of x. അഥവാ R of x എന്ന് പറഞ്ഞാൽ P of x ന്റെ multiple ആണ്. Therefore, P of x divides R of x or P of x divides S of x. അത് തെറ്റല്ലേ? ഇത് തെറ്റാണ്. കാരണം എന്താ ചോദിച്ചാൽ നമ്മൾ ഇവിടെ എഴുതി വെച്ചില്ലേ, if possible assume that P of x is reducible. P of x equal to R of x into S of x എന്ന് എഴുതിയില്ലേ? അങ്ങനെ വന്നാൽ R of x belongs to F of x ആണ്, S of x belongs to F of x ആണ്, degree of R of x greater than equal to 1 ആവണം, degree of S of x greater than equal to 1 ആവണം. ഒരു കണ്ടീഷൻ കൂടി ഉണ്ടായിരുന്നു അവിടെ. ശരിക്കും ഇങ്ങനെയല്ല എഴുതേണ്ടിന്ന്, അറിയാതെ എഴുതി പോയതാ. ശരിക്കും എഴുതേണ്ടിന്ന് ഇങ്ങനെയായിരുന്നു, where 1 less than or equal to degree of R of x or degree of S of x. രണ്ടിന് ഡിഗ്രി ലെസ് ദാൻ ഡിഗ്രി ഓഫ് ആരാവണം? P of x ആവണം. P of x ന് ഡിഗ്രിയേക്കാൾ ചെറുതാവും വേണം. ഇവിടെ 0 ആക്കാം, രണ്ടു ഭാഗത്തും ലെസ് ദാൻ ആക്കാം. 0 ലെസ് ദാൻ ഡിഗ്രി ഓഫ് R of x, ഡിഗ്രി ഓഫ് S of x ലെസ് ദാൻ ഡിഗ്രി ഓഫ് P of x ആവണം. P of x നേക്കാൾ ഡിഗ്രി കുറവാവണം R of x നും S of x നും. ഇപ്പൊ എന്താ കിട്ടി? P of x divides R of x എന്ന് പറഞ്ഞാൽ R of x ന് ഡിഗ്രി P of x നേക്കാൾ ഗ്രേറ്റർ ഓർ ഈക്വൽ ടു അല്ലേ? ഡിഗ്രി ഓഫ് R of x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡിഗ്രി ഓഫ് P of x ആവണ്ടേ? അത് തെറ്റല്ലേ? Which is a contradiction. Or degree of S of x greater than or equal to degree of P of x. കാരണം P of x divisor ആണെങ്കിൽ P of x നേക്കാൾ വലിയ ഡിഗ്രി ആണ് S of x ന്. Which is a contradiction. This contradiction due to the wrong assumption that if possible assume that P of x is reducible. Therefore, P of x is irreducible. ഇനി last കാണിക്കേണ്ടത് P of x is uniquely determined up to a non-constant factor. ഇത്രയാണ് അവസാനം കാണിക്കേണ്ടത്. അപ്പോ ഒരു P1 of x എന്നുള്ള പോളിനോമിയൽ P1 of alpha equal to 0 ആണെന്ന് വിചാരിക്കുക. P1 of x irreducible ആണെന്ന് വിചാരിക്കുക. P1 of x irreducible ആണ്, P1 of alpha 0 ആണെങ്കിൽ P1 of alpha എവിടെ ഉണ്ടാവണം? സോറി, P1 of x എവിടെ ഉണ്ടാവണം? അങ്ങനെ എഴുതണ്ട. Phi alpha of P1 of x equal to 0 ആവണ്ടേ? P1 of alpha equal to 0 implies phi alpha of P1 of x equal to 0. കാരണം ആൽഫ വെക്കുമ്പോൾ ഇതായി മാറും. അഥവാ P1 of x belongs to kernel. അഥവാ P1 of x എന്ന് പറഞ്ഞാൽ belongs to P of x ആവണം. അഥവാ P1 of x എന്ന് പറഞ്ഞാൽ P of x ന്റെ മൾട്ടിപ്പിൾ ആവണം. Therefore, P of x divides P1 of x ആവണം. ശരിയല്ലേ? പക്ഷെ നമ്മൾ P1 of x irreducible ആണ്. P1 of x irreducible ആയതുകൊണ്ട് നമുക്ക് P1 of x multiple of P of x അഥവാ P1 of x എന്ന് പറഞ്ഞാൽ നമുക്ക് R of x into നമുക്ക് some P of x എഴുതാം. എഴുതിക്കൂടെ? അങ്ങനെ എഴുതി കഴിഞ്ഞാൽ പക്ഷേ P1 of x irreducible ആണ്. ആയതുകൊണ്ട് ഒന്നില്ലെങ്കിൽ R of x അല്ലെങ്കിൽ P of x നിർബന്ധമായിട്ടും കോൺസ്റ്റന്റ് ആവണം. Therefore, R of x നെ നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് വിചാരിക്കാം. Therefore, ഒക്കെ എഴുതി വെക്കണ്ടോ? Since P1 of x is irreducible polynomial, therefore either R of x or P of x is constant. പക്ഷെ P of x കോൺസ്റ്റന്റ് അല്ല. ഡിഗ്രി P of x greater than or equal to 1 ആണ്. നമ്മൾ മുമ്പ് ചെയ്തു വെച്ചിട്ടുണ്ട്. Therefore, R of x കോൺസ്റ്റന്റ് ആയേ പറ്റൂ. R of x നമുക്ക് A into P of x എഴുതാം. നോക്കൂ, അങ്ങനെ വേറൊരു പോളിനോമിയൽ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ വരികയാണെങ്കിൽ ഒരു കോൺസ്റ്റന്റിന്റെ വ്യത്യാസമേ ഉള്ളൂ. അതാണ് അവർ പറഞ്ഞത്. Therefore, P of x is uniquely determined up to a non-constant factor. ആ ഒരു സ്റ്റേറ്റ്മെന്റ് താഴെ എഴുതി വെക്കും. Therefore, P of x is uniquely determined by a non-constant factor. ഇത്രയുമാണ് ഈ തിയറത്തിലുള്ളത്.